ഹലോ ഗൈസ്. സോ ഓണം 2025 എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്ളോഗാണ് ഇത്. സോ ഫസ്റ്റ് തിങ്, ഞാൻ എണീറ്റപ്പം എൻ്റെ അമ്മ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഉണ്ട് പൂക്കളം. അമ്മ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളം വെച്ച്. അമ്മ രാവിലെ 6 മണിക്കൊക്കെ എണീറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പൂക്കളിട്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ എണീറ്റപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. So I start my day always with a tea. ചായ എൻ്റെ മസ്റ്റാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ ഇവിടെ ചായക്ക് വേണ്ടി എത്തിയാണ് ഞങ്ങൾ. സോ അമ്മ എപ്പോഴും ഫ്ലാസ്കിൽ ചായ ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ട് ഞങ്ങൾ മാറി മാറി കുടിക്കും. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എന്ത് മുദ്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കിളി പോയിട്ടായിരിക്കും. ഓണാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 1-2 ചായയൊക്കെ യൂഷ്വലി അകത്തായാലാണ് എനിക്ക് ഒന്ന് ഓണാവുള്ളൂ, എൻ്റെ ബ്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ സംസാരിക്കാനും ഭയങ്കര, രാവിലെ എനിക്ക് സംസാരിക്കാൻ പാടാണ്. സോ ഐ കീപ് ക്വയറ്റ്. ലാസ്റ്റിലെ കുറച്ച് ഫിനിഷിങ് ടച്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് പോയിരുന്നതാണ് ഞാൻ വലിയ ആളായിട്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ ട്രാപ്പ് ചെയ്ത് കളഞ്ഞ് പൂക്കളം എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. തീരുമാനം മാറ്റി റോസപ്പൂ കുറച്ച് വെട്ടിയിട്ട് മറ്റേതെടുത്തിട്ട് വേണം ഇതിൽ മാത്രം കനം ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തിട്ട് ചെയ്യാം? ഇങ്ങനെ വട്ടം വലുതാക്കും. അങ്ങനെ ഞാൻ പൂക്കളയിടയിലെല്ലാം കഴിഞ്ഞ് കുളിച്ച് സാരിയൊക്കെ എടുത്ത് സെറ്റായി വന്നപ്പോഴേക്കും അമ്മ സദ്യക്കുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ. ഞങ്ങൾ ഈ ഓണത്തിന് അമ്മ സാധാരണ ഉണ്ടാക്കാറുണ്ട് സദ്യ, പക്ഷേ ദിസ് ടൈം അമ്മയ്ക്ക് ശരീര ബുദ്ധിമുട്ടുകൾ കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും വി ഓപ്റ്റഡ് ഫോർ കാറ്ററിംഗ്. അപ്പോൾ ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ ഇരുന്നു. പേടിയണ്ട. So this is my whole look for Onam. Okay guys, so let's go and get Ami. വ്ളോഗ് ചെയ്യാൻ മറന്നു. ഒരു എക്സ്പ്രഷൻ തരൂ. ഷൂട്ട് കഴിഞ്ഞതാണ്. യെസ്, ഞങ്ങൾ അടുത്ത് തുടങ്ങും ഈവനിങ് ഫോട്ടോഷൂട്ട്. എപ്പോഴും ക്ഷീണം. നാപ്പ് ടൈം.
പരം സുന്ദരി. ആ സൈഡ് ആ പരം സുന്ദരി ആയിപ്പോ കറക്റ്റ്. അല്ല ബാക്കിലോട്ട് ഇപ്പൊ കറക്റ്റ് പരം സുന്ദരി. നിനക്കാണെങ്കിൽ ആ പെണ്ണിന്റെ ചായ ഉണ്ട്, കേരള സ്റ്റോറിയിലെ പെണ്ണില്ലേ. ആ ബാക്കിൽ ഇങ്ങനെ കരകാട്ടത്തിന് പോവാണോ അങ്ങനെ വെക്കാം. അങ്ങനെയല്ലടാ അമ്മ പറഞ്ഞ റാ പോലെ ഇവിടുന്ന് അങ്ങനെ ബാക്കിലേക്ക്, ഇവിടുന്ന് അപ്പുറ സൈഡ് അങ്ങനെ. യെസ് അങ്ങനെ വെക്കാം. അടി സ്ലൈഡ് എടുക്കും. ഡാൻസ് എനിക്ക് മറ്റേ തമിഴ് ഡാൻസ് ചിന്നമ്മ ചിലങ്കമ്മ അത് കളിക്കാം. ചിന്നമ്മ ചിലങ്ക സ്റ്റെപ്പ് ഇടും ഇങ്ങനെ. ചിന്നമ്മ വഴുക്കി വീഴും. ഉണ്ണിയപ്പം ആമി. തമിഴ് aesthetics and മലയാളി monkey aesthetics. മഴയാണ് ഗൈസ്, മഴ. ലൊക്കേഷൻ ചേഞ്ച്. ലൊക്കേഷൻ ഹണ്ടിലാണ് നമ്മൾ. നെക്സ്റ്റ് ലൊക്കേഷൻ അതെ, നൈസ്. നടത്തറ ഗ്രാമപഞ്ചായത്ത് അരിച്ചു പറക്കി രണ്ട് മങ്കന്മാർ വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോ. ചടാം. ഞങ്ങൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യും, ഞങ്ങൾ തന്നെ ഫോട്ടോ എടുക്കും. ഇരിക്കണ്ടേ എൻ്റെ ഈ സാധനം കണ്ടോ അറ്റത്ത്, ഇതിങ്ങനെ അതിൽ ഇട്ടാൽ മതി, കുത്തി വെച്ചാൽ മതി. ഓക്കെ വയ്ക്കാൻ പറ്റുമോ നോക്കാം. കണ്ടതിങ്ങനെ ടം 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 ടം. യാരത് ആമി. അപ്പുറത്തോട്ട് പോവും. സോ ഹാപ്പി ഹാപ്പി ഓണം. ഓണം മെസ്സേജ് എന്താ ആമിയുടെ പ്രേക്ഷകർക്ക്? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മളെ ഡ്രസ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യായിരുന്നല്ലേ? ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സൗണ്ട് വോയിസ് ഓവർ ഒന്നും ഉണ്ടാവില്ല. യെസ് എസ്തെറ്റിക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കും. പറമ്പ്. ദിസ് ഈസ് വാട്ട് വി കോൾ പറമ്പ് ഇൻ തൃശ്ശൂർ. ഞങ്ങളൊരു പറമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ വന്ന് നല്ല മണിച്ചിത്രത്താഴ് എസ്തെറ്റിക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെ ഷൂട്ട് കഴിഞ്ഞ് അവസാനിപ്പിച്ചു പോവാൻ. സക്സസ്ഫുൾ ഷൂട്ട് ആയിരുന്നു. അടിപൊളി അടിപൊളി എസ്തെറ്റിക് ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി ഗായ്സ്. കഴിഞ്ഞു ഞങ്ങൾ
ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ നിറച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊതുകടി കൊണ്ട് മതിയാക്കി, അല്ലെങ്കിൽ കുറച്ചേരം കൂടെ നിന്നേനെ. എല്ലാം എനിക്ക് സെൻഡ് ചെയ്യട്ടോ, അതെടുത്തത് എല്ലാം HD സെൻഡ് ചെയ്യണം കേട്ടോ. കൊഴപ്പില്ലല്ലോ. എന്താ ആളുടെ പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണനാ? ആ പെണ്ണില്ലേ കേരള സ്റ്റോറിയിലത്തെ? ആ ശാലിനി ഉണ്ണികൃഷ്ണൻ. ആമി ശാലിനി ഉണ്ണികൃഷ്ണൻ. കൃഷ്ണൻ from Thiruvananthapuram. And I am തേക്കമുട്ടിൽ തേക്കപ്പെട്ട സുന്ദരി. Finally home. ഈ വ്ലോഗ് ഇട്ടോ? ഇത് തന്നെ ഇടും ഹോപ്പ്ഫുള്ളി. അയ്യോ വാ കേറ വരട്ടെ, നീ ഇങ്ങടെ കേറണേ. ഈ ലൈറ്റിൽ നമുക്ക് ഇതൊക്കെ എടുക്കാം. തമിഴ് ബ്യൂട്ടി. ഈ സാധനാണിത്. ഇങ്ങനെ ആക്കില്ലേ നിന്റെ ഐ ഷാഡോ സ്പാർക്ലിങ് ഇങ്ങനെ നേരിട്ട് കാണുമ്പോ. ഇതിലെ പക്ഷെ അത്ര അറിയില്ല, നേരിട്ട് കാണുമ്പോ. ഇത് അയ്യോ, അങ്ങനെ ഓണം സെലിബ്രേഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. ഞങ്ങൾ എല്ലാം അയച്ചു സമാധാനം കുറച്ച് നല്ല എന്താ പറയാ, ഞങ്ങളെ സാധാ ഡ്രസ്സിലേക്ക് മാറാൻ പോവുകയാണ്. യെസ്, അടിപൊളി ഫുഡ്. ഒന്നുമില്ലല്ലോ പറയാൻ. ഹാപ്പി ഓണം പറഞ്ഞ എന്റെ വ്യൂവേഴ്സ്. ലിറ്റിൽ ആമി സബ്സ്ക്രൈബേഴ്സ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ, അല്ലെങ്കിൽ